മോർണിംഗ് ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് ഏതായാലും ഇപ്പോൾ നമ്മളോട് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെക്ടേഴ്സിലൊക്കെ തന്നെ നിലവിൽ തുടക്കത്തിലൊരു നേരിയൊരു സെൽ ഓഫ് കണ്ടിരുന്നെങ്കിൽ പോലും പല സെക്ടേഴ്സിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു ടെക്നിക്കൽ ഔട്ട്ലുക്കുമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മൈഫിൻ ടിവിയുടെ ഇൻ ഹൗസ് എക്സ്പേർട്ടായിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കണ്ടത്. ഇന്ന് തുടക്കത്തിൽ 24,600 എന്നൊരു ലെവലിന് മുകളിലേക്ക് ഉയർന്നിരുന്നു എങ്കിൽ പോലും ഇനീഷ്യൽ അവേഴ്സിൽ നേരിയ തോതിലൊരു സെൽ ഓഫ് നേരിട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ആ ഒരു ലെവൽ വീണ്ടും റിക്കവർ ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി 50-ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് തുടരുന്നു. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 24,300 പോയിന്റ്. എനിക്ക് തോന്നുന്നത് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് ആസ് എ റെസിസ്റ്റൻസ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ ലെവൽ 24,800 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, അപ്പോൾ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നൊരല്പം ഒരു നേരിയ തോതിലൊരു പോസിറ്റീവ് ടോൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നിഫ്റ്റിനെ ട്രാക്ക് ചെയ്തൊരു സെക്ടറായിരുന്നു നിഫ്റ്റി ബാങ്കും ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയും. ഇന്നിപ്പോൾ 53,848 എന്നൊരു നിലയിലാണ് പ്രധാനമായിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് വളരെ വീക്കായി തന്നെ തുടരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ആ നേരിയ റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. നമുക്ക് ഹെവി വെയ്റ്റ്സിൽ ഒന്നും തന്നെ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ ബാങ്കിങ് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് PSU ബാങ്ക് ഇൻഡെക്സിൽ നല്ലൊരു ബോട്ടം, നല്ലൊരു സപ്പോർട്ട് ലെവൽ 6,700 പോയിന്റിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് പർട്ടിക്കുലർലി ഞാൻ ഇതിന് മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്, സ്മോൾ PSU ബാങ്കിങ് സ്റ്റോക്സ്, പർട്ടിക്കുലർലി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, IOB, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുതലായ സ്റ്റോക്സ് നമ്മൾ ഈ സമയത്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും PSU ബാങ്ക് ഇൻഡെക്സിലേക്ക് തന്നെയാണ് വരുന്നത്. PSU ബാങ്കിനെ സംബന്ധിച്ച് താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 ദിവസമായിട്ട് പ്രത്യേകിച്ച് നിഫ്റ്റിയിലൊരു സെല്ലിംഗ് വന്നപ്പോൾ പോലും ഒരു റെസീലിയൻസ് പ്രകടിപ്പിച്ച ഒരു ഇൻഡെക്സ് ആയിട്ടാണ് PSU ബാങ്ക് മാറിയിരിക്കുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ടൊരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഈ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ്? സോ PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പോലെ തന്നെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തന്നെ തുടരുന്നു. ബട്ട് എവിടെ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 6,700 പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്കൊരു റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 7,020 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ബട്ട് ഇൻ ദ മീൻ ടൈം എനിക്ക് തോന്നുന്നു ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി ട്രേഡിംഗ് അവസരങ്ങൾ ഈ ഇൻഡെക്സ് നൽകും. സാറിനോടൊപ്പം തന്നെ FMCGയിലേക്ക് കൂടി വരികയാണ്. FMCGയെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് നമുക്ക് ഏകദേശം ഒരു 2.5% പോസിറ്റീവ് റിട്ടേൺ നൽകിയൊരു ഇൻഡെക്സ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നിഫ്റ്റിയിലൊക്കെ വളരെ ശക്തമായിട്ടൊരു പാനിക് സെല്ലിംഗ് നടന്ന ദിവസങ്ങളിൽ പോലും വളരെ ഒരു ഡിഫൻസീവ് മോഡിലേക്ക് നിന്നൊരു സെക്ടറായിരുന്നു FMCG എന്ന് പറയുന്നത്. FMCGയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? FMCG ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ഈ ഇൻഡെക്സിൽ 57,400 പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്സൈഡ് മൊമെന്റം ഈ ഇൻഡെക്സിൽ കാണാൻ സാധിക്കണമെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. അതിനോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ മെറ്റൽ ഇൻഡെക്സിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റിയുടെ മെറ്റലിനെ സംബന്ധിച്ചിട്ടും ഇന്നടക്കമുള്ള 3 ട്രേഡിങ്സ്, അതായത് ഈ ഒരു ആഴ്ച ആരംഭിച്ചപ്പോൾ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. മെറ്റൽ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഇൻഡെക്സ് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 9,600. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 9,800 ആയിരിക്കും. 9,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
സർ ഐ ടിയിലേക്ക് കൂടി വരികയാണ്. ഐ ടിയിൽ പലപ്പോഴും താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു അണ്ടർ പെർഫോമിംഗ് കാറ്റഗറി ആയിട്ടാണ് ഐ ടി ഇൻഡെക്സ് നിലനിൽക്കുന്നതെന്ന്. ചില ട്രേഡിംഗ് സെഷനിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും പൊതുവേ ഒരു അണ്ടർ ടോൺ തന്നെ അല്ലെങ്കിൽ അണ്ടർ പെർഫോമൻസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്നത്. ഇന്നിപ്പോൾ നെഫ്റ്റിനെ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്ന സെക്ടറിൽ ഒന്നായിട്ട് ഒരു ഹെവി വെയിറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഐ ടി ആണ്. നഷ്ടം ഏകദേശം 0.7% മുകളിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. നിഫ്റ്റി ഐ ടി ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഐ ടി ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് ഈ ഇൻഡെക്സിൽ നല്ലൊരു നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 5-6 ട്രേഡിംഗ് സെഷൻസിലും നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഹെവി വെയ്റ്റ്സിൽ, അതുപോലെ തന്നെ നല്ല ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകുന്ന മിഡ് ക്യാപ്പ് ഐ ടി സ്പേസിലും ഒക്കെ നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ നല്ലൊരു അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഐ ടി ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 35,000 പോയിന്റ് ആയിരിക്കും. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്കൊരു ലോ റിസ്കിൽ ഒരു ബൈങ് അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 36,525 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സർ അതിനോടൊപ്പം തന്നെ ഐ ടിയിൽ തന്നെ ടി സി എസിലേക്ക് വരികയാണ്. ടി സി എസിനെ സംബന്ധിച്ചിട്ട് ഒരു യൂറോപ്യൻ കമ്പനിയിൽ നിന്ന് ഒരു ഡാനിഷ് കമ്പനിയിൽ നിന്നൊരു ഓർഡർ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ന് വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് ഈ ഒരു ഓഹരിയിൽ നിന്ന് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. കഴിഞ്ഞ കുറച്ചധികം ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ടി സി എസിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? സോ നിഫ്റ്റി ഐ ടി ഇൻഡെക്സിന്റെ ആ റിക്കവറിയെ നയിച്ചിരിക്കുന്ന ഇറ്റ് ഇസ് ടി സി എസ്. ആൻഡ് നിഫ്റ്റി ഐ ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷന് സെയിം പാറ്റേൺ നമുക്ക് ടി സി എസിന്റെ കേസിലും കാണാൻ സാധിക്കുന്നത്. കൈവച്ച ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 3,170 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ചില ന്യൂ ഏജ് കമ്പനികളിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് എറ്റേണലുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ്. കാരണം എറ്റേണലിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഉത്സവ സീസണിൽ ഉയർന്നു വരുന്ന ഡിമാൻഡിനെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ പ്ലാറ്റ്ഫോം ഫീൽ ഏകദേശം 20% വർധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഏകദേശം ഒരു 0.5% മുകളിലൊരു നേട്ടവും നൽകി വരുന്നുണ്ട്. എറ്റേണലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇറ്റേണലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ 3 മാസത്തിൽ കിട്ടിയിരിക്കുന്ന ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സർ അടുത്തായിട്ട് വേദാന്തയിലേക്കാണ് വരുന്നത്. വേദാന്തയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് കമ്പനി കനറ ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്ന ഏകദേശം $100 മില്യൺ ലോൺ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു തീർത്തിരിക്കുന്നു എന്നാണ് കമ്പനി ഇപ്പോൾ എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിലും വേദാന്തയെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു 1.5% ഒരു മുന്നേറ്റത്തിലാണ് നിലനിൽക്കുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ച് ധാരാളം അലിഗേഷൻസ് നിലനിൽക്കുന്നുണ്ട്. ഫണ്ടമെന്റലിയൊക്കെ ധാരാളം അലിഗേഷൻസ് നിലനിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. എന്നിരുന്നാൽ പോലും വേദാന്ത എന്ന ഓഹരിയെ താങ്കൾ ടെക്നിക്കലി എങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത്? വേദാന്തയുടെ കേസിൽ ഫൈനാൻഷ്യൽസിൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഒത്തിരി കടബാധ്യതകൾ ഈ കമ്പനിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. ഷോർട്ട് ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസോളിഡേറ്റിംഗ്. ഇതൊരു സൈഡ് വേസ് മോഡിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ നമുക്കൊരു ഷോർട്ട് ടേമിന് ഒരു ട്രേഡിംഗ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 480 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സർ അതിനോടൊപ്പം തന്നെ SBIയിലേക്ക് കൂടി വരികയാണ്. SBIയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നിഫ്റ്റിനെ, അതായത് PSU ബാങ്ക് ഇൻഡെക്സിൽ പൊതുവേ ഒരു അപ്സൈഡ് മൊമെൻറ്റം നിലനിന്നപ്പോൾ പോലും പൊതുവേ ഒരു പിന്നോട്ട് നിന്നൊരു ഓഹരിയായിരുന്നു SBI എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ 0.5% ഒരു നേട്ടം നിലനിൽക്കുന്നുണ്ട്. SBIയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ എനിക്കിപ്പോൾ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 845 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സർ അതിനോടൊപ്പം തന്നെ IFCLിലേക്ക് കൂടി ഒന്ന് വരികയാണ്. IFCLനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ശരിക്കും ആ ഡേറ്റ ലഭിക്കുന്നില്ല. IFCL ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
IFCI is a small cap stock and കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ 58 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സാർ, ഇന്നിപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് മാറിയിട്ട് നമ്മൾ GST കൗൺസിൽ യോഗം നടക്കുകയാണ്. തീർച്ചയായിട്ടും GSTയിൽ കാര്യമായിട്ടുള്ള സ്ലാബ് റേറ്റിൽ കാര്യമായിട്ടൊരു മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? അല്ല, നമുക്ക് ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ ഒത്തിരി ഈ ഒരു GST മാറ്റങ്ങളെ കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ. മേ ബി അവിടെ ഇവിടെയും ചെറിയ ചില മാറ്റങ്ങൾ വരാം. ബട്ട് മേജർ ഡിസിഷൻസ് ഐ തിങ്ക് നമ്മൾ ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുന്ന ഡിസിഷൻസ് തന്നെ, ഇൻഫർമേഷൻ തന്നെയായിരിക്കും അവർ തീരുമാനിക്കുന്നത്. മെയിൻലി ഇതിൽ ഓട്ടോ സ്റ്റോക്സിൽ വരാൻ പോകുന്ന GST സ്ലാബ് റേറ്റിലുള്ള ചേഞ്ച് ആയിരിക്കണം നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ, അതിനോടൊപ്പം തന്നെ താരിഫിൻ്റെ ഒരു കേസിലേക്ക് കൂടി വരികയാണ്. താരിഫിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ നമ്മുടെ മിനിസ്റ്റർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നവംബറോട് കൂടി ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ഏകദേശം ഫൈനൽ ആകുമെന്ന്. പക്ഷേ മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ധാരാളം ഇപ്പോൾ GDP അടക്കമുള്ള വളരെ നല്ല നമ്പേഴ്സ് വന്നിട്ട് പോലും അതിന് ആനുപാതികമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ഒന്നും തന്നെ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു താരിഫിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെയാണോ മാർക്കറ്റ് ഇപ്പോഴും ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിനെ ക്യാപ്പ് ചെയ്ത് നിലനിർത്തിയിരിക്കുന്നത്? അല്ല, ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ Nifty 50യുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് Nifty 50യുടെ ബോട്ടം കാണാൻ സാധിച്ച ഏപ്രിൽ മാസത്തിലായിരുന്നു. ഏപ്രിൽ മാസത്തിൽ നമുക്ക് Nifty 50 നൽകിയിരിക്കുന്ന ബോട്ടം 21,743 പോയിന്റ് ആയിരുന്നു. അതിനുശേഷം മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഒക്കെ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. ആൻഡ് 21,743 നിന്ന് നമുക്ക് അടുത്ത മേജർ ടോപ്പ് കാണാൻ സാധിച്ച 25,669 പോയിന്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് കാണുന്നത് വളരെ ഹെൽത്തി ആയിട്ടൊരു കറക്ഷൻ. ഇത് ഒരു വിധത്തിലും ലോങ് ടേം ബുള്ളിഷ് ട്രെൻഡിനെ ബാധിച്ചിട്ടില്ല. ഇൻഫാക്ട് നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ വാങ്ങിക്കാൻ നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വളരെ പെട്ടെന്ന് വരികയാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഗോൾഡ്, സിൽവർ തുടങ്ങിയ കമ്മോഡിറ്റീസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് കാണുന്നത്. പ്രത്യേകിച്ചും സിൽവറിലേക്കൊക്കെ വരുമ്പോഴേക്കും കഴിഞ്ഞ 14 വർഷത്തെ ഉയരത്തിലേക്കാണ് ഇപ്പോൾ സിൽവർ എത്തിയിരിക്കുന്നത്. ഗോൾഡ് ആണെങ്കിൽ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ദിവസവും ഒരു ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ചെയ്ത് കുതിച്ചിരിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റ് പ്രത്യേകിച്ചും ഗോൾഡിലും സിൽവറിലുമുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. സ്വർണത്തിന്റെ കേസിലും വെള്ളിയുടെ കേസിലും ഒന്നും ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് സ്വർണത്തിന്റെ കേസിലൊക്കെ ഇത്രയും വലിയ നേട്ടം കിട്ടിയതിനെ തുടർന്ന് പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഡൽഹിയിൽ റീസെൻ്റ് ആയിട്ട് സെമികോൺ എന്നൊരു ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സെമി ചിപ്സിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഡയമണ്ട്സ് എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചിപ്സെറ്റ് പ്രത്യേകിച്ചും സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ചില ഓഹരികളിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് കെയ്ൻസ് ടെക്നോളജിയാണ്. കെയ്ൻസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു നല്ലൊരു മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തിങ്കളാഴ്ചയൊക്കെ വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൊമെൻറ്റം ആയിരുന്നു. ഏകദേശം 7.5% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഏകദേശം 2% ഒരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. കെയ്ൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കെയ്ൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 6,860 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. എങ്കിലും കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സർ, അപ്പോൾ തന്നെ CG പവറിലേക്ക് കൂടി വരികയാണ്. CG പവറിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഏകദേശം 13% മുകളിലൊരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ മാത്രം എടുക്കുകയാണെങ്കിലും 1.5% മുകളിലൊരു മുന്നേറ്റം കാണുന്നുണ്ട്. CG പവറിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? CG Power is a small cap stock and ഈ സ്റ്റോക്കിൽ കാണുന്ന ഒരു വലിയ പ്രോബ്ലം കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല.
എങ്കിലും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 738 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് JSW സിമെൻറ്റിലേക്ക് കൂടി വരികയാണ്. കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് അധിക നാളായിട്ടില്ല. ബട്ട് ഇന്നലെ കമ്പനിയുടെ ക്വാർട്ടർലി നമ്പേഴ്സ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല പുറത്ത് വന്നിരിക്കുന്നത്. നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1356 കോടി രൂപയുടെ. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ പക്ഷേ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, ആ ഒരു നമ്പറിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നില്ല. 1.5% ഒരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. JSW സിമെൻറ്റിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അനില പറഞ്ഞതുപോലെ JSWയുടെ കേസിൽ നമുക്ക് ഒത്തിരി ട്രേഡിംഗ് ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ അറൌണ്ട് 160 രൂപയ്ക്ക് അടുത്താണ് കാണുന്നത്. അത് തന്നെയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 152 രൂപയിലായിരിക്കണം. ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം താങ്ക് യു അനില.